ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതേഴ്സ് എന്ന തമിഴ് മൂവിയാണ്. കുട്ടികളില്ലാത്ത കുറേയധികം ദമ്പതിമാർ ഒരു ഹോസ്പിറ്റലിൽ പോയി IVF-ലൂടെ ഗർഭം ധരിക്കുന്നു. എന്നാൽ അങ്ങനെ ജനിക്കാൻ പോകുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമാണ്. ഓർഫനേജിൽ നിന്ന് കാണാതാകുന്ന പെൺകുട്ടികളും ഈ ജനിക്കാൻ പോകുന്ന കുട്ടികളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമുക്ക് ഈ മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ അർദ്ധരാത്രിയിൽ റോഡിന്റെ സൈഡിലേക്ക് ഉന്തുവണ്ടിയുമായിട്ട് വരുന്നൊരാൾ, അതിൽ നിന്നും അയാൾ ആരും കാണാതെ ഒരു കല്ലെടുത്ത് റോഡിന്റെ നടുക്കേക്ക് വെക്കുന്നു. ഏതെങ്കിലും വണ്ടികൾ ആ കല്ലിൽ തട്ടി ആക്സിഡന്റ് ആവുകയാണെങ്കിൽ അങ്ങനെ ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും പണവും സ്വർണവും മോഷ്ടിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. കല്ല് നടുക്ക് വെച്ച് അയാൾ കാത്തിരുന്നു. കുറെ കഴിയുമ്പോൾ ഒരു വാൻ അറിയാതെ വന്ന് ആ കല്ലിലിടിച്ച് ദൂരേക്ക് തെറിച്ചു വീഴുന്നു. അയാൾ അവിടേക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു നിമിഷത്തിനകം അവിടെ വലിയ തീ പടർന്നു. ആ വണ്ടി പൊട്ടിത്തെറിച്ചു. പിറ്റേന്ന് പോലീസുകാർ അവിടേക്ക് വരുന്നു. SI ബീനയും കോൺസ്റ്റബിൾ ഗജേന്ദ്രനുമായിരുന്നു ആ ഏരിയ എല്ലാം തന്നെ സെർച്ച് ചെയ്യുന്നത്. വാനിനുള്ളിൽ നിന്ന് 3 പെൺകുട്ടികളുടെ കത്തിക്കറിഞ്ഞ മൃതദേഹവും വാനിന്റെ പുറത്തായിട്ട് ഒരു പുരുഷന്റെ പാതി കത്തിയ മൃതദേഹവും ഉണ്ടായിരുന്നു. ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ മാധവാണ്. മരിച്ചുപോയ പുരുഷൻ ചിലപ്പോ വാന്റെ ഡ്രൈവർ ആയിരുന്നിരിക്കാമെന്ന് ബീന പറയുമ്പോൾ മാധവ് അവിടെയെല്ലാം പരിശോധിക്കുന്നു. റോഡിന്റെ നടുക്ക് വെച്ചിട്ടാണ് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന പാടുകളിൽ നിന്നും അയാൾക്ക് മനസ്സിലായി. മാത്രമല്ല റോഡ് സൈഡിലായിട്ട് ആ ഉന്തുവണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ആ കള്ളൻ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് റോഡിൽ നിന്നും കല്ലെടുത്ത് തിരിച്ച് ഉന്തുവണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കല്ലുപയോഗിച്ച് വണ്ടി ആക്സിഡന്റ് ആക്കിയതാണെന്ന് മാധവന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന വ്യക്തി ചിലപ്പോൾ ഈ ഉന്തുവണ്ടിയിൽ വന്ന ആളായിരിക്കും. കാരണം അയാൾ ഈ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ആ വാനിന്റെ ഡ്രൈവർ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. എന്താണെങ്കിലും അവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവർ CCTV കൂടി ചെക്ക് ചെയ്തപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി. രക്ഷപ്പെട്ടു പോയ ഡ്രൈവർ എവിടേക്ക് പോയിട്ടുണ്ടാകുമെന്നായിരുന്നു ഇവരുടെ ചിന്ത. ആ വണ്ടിയെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അത് എവിടെ നിന്നോ മോഷ്ടിച്ച മുതലായിരുന്നു. അതിന്റെ നമ്പർ പ്ലേറ്റും ഫേക്ക് ആയിരുന്നു. ആ വാൻ എവിടെ നിന്നാണ് വന്നത്, അതിന്റെ ഡ്രൈവർ ഇപ്പോൾ എവിടെയായിരിക്കും എന്നൊക്കെ അവർ അന്വേഷിക്കാൻ ആരംഭിച്ചു. അതേസമയം മറ്റൊരിടത്ത് ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ നായികയായ മധുവിനെ കാണിക്കുന്നു. മാധവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു മധു. അവളുടെ ഒരു ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമാണ്. ഹോസ്പിറ്റലിലെ MD-യോടൊപ്പം നടക്കുന്ന മീറ്റിംഗിൽ അവർ പല ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന സ്കാമിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലുകളിലും അവരുടെ ഡേറ്റാസ് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പേഷ്യൻസിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും മെഡിക്കൽ ഹിസ്റ്ററിയൊക്കെ ഈ ഹാക്കേഴ്സ് ചോർത്താറുണ്ട്. നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ഡേറ്റാ സെക്യൂരിറ്റി കൂട്ടണമെന്ന് MD പറയുന്നു. സീനിയർ ലാബ് ടെക്നീഷ്യൻ കൂടിയായ മുകേഷിനോട് MD പറയുന്നുണ്ട് എല്ലാ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്നുകൂടി ചെക്ക് ചെയ്യണമെന്ന്. എവിടെയും ഒരു വീഴ്ചയും വരാൻ പാടില്ല. ഈ ഹാക്കേഴ്സിന്റെ ത്രെറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ മധു ആകട്ടെ MD-യോട് പറയുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് പോലീസിലുണ്ട്, വേണമെങ്കിൽ നമുക്കൊരു അഡ്വൈസ് ചോദിക്കാമെന്ന്. എന്നാൽ പോലീസിനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടെന്നാണ് MD പറയുന്നത്. മുകേഷിനും അതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അനുരാധ എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മധുവിന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഇവർക്ക് കുറെ കാലമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് അനുരാഗയുടെ എഗ്ഗിനില്ല എന്നാണ് മധു പറയുന്നത്. അതുകൊണ്ട് മറ്റേതെങ്കിലും സ്ത്രീയിൽ നിന്നും ഒരു എഗ്ഗ് കളക്ട് ചെയ്യണം. അനുരാധയുടെ ഹസ്ബൻഡിന്റെ സ്പേമുമായിട്ട് കൂട്ടിച്ചേർത്ത് എംബ്രിയോ ആക്കി IVF-ലൂടെ അനുരാധയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. അങ്ങനെ അവൾക്കും പ്രഗ്നന്റ് ആകാം. കുട്ടികളില്ലാതിരുന്ന അവർക്ക് ആ ഒരു പ്രൊസീജിയർ വലിയ ആശ്വാസമായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ അവർ തീരുമാനിച്ചു. ഇവിടെ മാധവ് ആ വാൻ വന്ന വഴിയെല്ലാം തന്നെ CCTV-യിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ രാത്രി ഏകദേശം 10:50 ആ വാൻ മെയിൻ റോഡിലേക്ക് എൻട്രി ചെയ്യുന്നതായിട്ട് അവർ കാണുന്നു. ആ വാൻ വന്നത് ഒരു സ്ലം ഏരിയയിൽ നിന്നായിരുന്നു. ആ ഏരിയ ഏതാണെന്ന് കണ്ടെത്തി അവർ അവിടേക്ക് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ സമയം മാധവിന് മധുവിന്റെ കോള് വരുന്നുണ്ട്. അവനെ കാത്ത് അവർ സ്ഥിരം പോകാറുള്ള റെസ്റ്റോറന്റിൽ അവളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആനിവേഴ്സറി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു അവൾ കാത്തിരുന്നത്. അങ്ങനെ കുറെ നേരം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം അവർ തിരിച്ചുപോയി. മാധവ് വീണ്ടും തന്റെ കേസ് അന്വേഷണത്തിലേക്ക് കടന്നു. അതേ ടൈമിൽ മറ്റൊരിടത്ത് രാത്രിയിൽ ആദ്യം ആക്സിഡന്റ് ആയ ഒരു വാനിനെ പോലെ തന്നെയുള്ള മറ്റൊരു വാൻ കാണിക്കുന്നു. അതിൽ മാരി എന്ന് പറയുന്ന ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ അടുത്തേക്ക് 3 ചെറുപ്പക്കാർ വരുന്നു. ഈ 3 ചെറുപ്പക്കാരെ വെച്ച് അയാൾ എന്തൊക്കെയോ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും കിട്ടുന്ന കാശ് പോരാന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാർ ഇയാളുമായിട്ട് തർക്കിക്കുന്നു. ആ തർക്കത്തില് മാരി ഈ 3 ചെറുപ്പക്കാരെയും കൊല്ലുകയും അതിനുശേഷം അവരെ മറ്റു 2 പേരുടെ സഹായത്തോടു കൂടി വേറൊരിടത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നു. അതേസമയം ഗജേന്ദ്രനും സംഘവും ആക്സിഡന്റ് ആയ ആ വാനിന്റെ ഫോട്ടോ CCTV-യിലൂടെ എടുത്ത ശേഷം അത് കൊണ്ടുപോയി ആ വാൻ വന്ന ഏരിയയിലുള്ള പലരെയും കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒടുവിൽ ഒരു വർക്ക്ഷോപ്പിൽ എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന പയ്യനാകട്ടെ ആ വാൻ കണ്ടിട്ട് പറയുന്നുണ്ട്, ഈ വണ്ടി ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഗിയർ ബോക്സ് മാറ്റാനാണ് വന്നത്, എന്നാൽ സാധനങ്ങൾ കിട്ടാൻ കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ശരിയാക്കിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓണർ ഇവിടെ ഇട്ടിട്ട് പോയി. ഓണറിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വർക്ക്ഷോപ്പിലെ ആൾക്കറിയില്ല. പക്ഷെ 2 ദിവസം മുമ്പ് വന്ന് അയാൾ വണ്ടി എടുത്തുകൊണ്ടുപോയി. അതും കടയടക്കുന്ന സമയമായിരുന്നു. ഒരു 10:30 മണിയായി കാണും. ഇവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ 10:30 മണിക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഒരു 11:50 കഴിഞ്ഞപ്പോൾ മെയിൻ റോഡിലേക്ക് എൻ്ററായി. അതിനുശേഷമാണ് ആ വണ്ടി ആക്സിഡന്റ് ആകുന്നത്. ആ ഓണർ എങ്ങനെയുണ്ടായിരുന്നു, അയാളെ കണ്ടിട്ട് എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് വർക്ക്ഷോപ്പുകാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സംശയക്കത്ത രീതിയിൽ ഒന്നും തന്നെ തോന്നിയില്ല, ചോദിച്ച കാശ് അയാൾ തന്നുവെന്ന്. പോലീസുകാര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു വാനുമായിട്ട് ആ മാരി വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാരെ കണ്ടതും അയാൾ പോലീസുകാരെ കാണാതെ പതിയെ അവിടെ നിന്ന് വണ്ടി എടുത്തുപോയി. ആ വാനിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടിയിരുന്ന ബോഡിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. 3 പെൺകുട്ടികൾ
പെൺകുട്ടികളും ജന്മനാ തന്നെ അന്ധരായിരുന്നു. 3 പേരെയും ഒരു രീതിയിലും ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടില്ല. അവരിപ്പോഴും കന്യകമാർ തന്നെയാണ്. എന്നാൽ അതിലൊരു പെൺകുട്ടി ആ വണ്ടി ആക്സിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ മരിച്ചിട്ടുണ്ട്. അവളുടെ തലയ്ക്ക് പിന്നിൽ വലിയൊരു ക്ഷതം ഏറ്റിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ മെയിലിന്റെ ബോഡി അയാളും കത്തിയെരിയുന്നതിന് മുൻപ് തന്നെ മരിച്ചിരുന്നു. ആ ആണിന്റെ മൃതദേഹത്തില് കഴുത്തിന്റെ സൈഡിലായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള കട്ടുണ്ട്. ആരോ കഴുത്തറുത്ത് കൊന്ന ശേഷമാണ് വണ്ടിയുടെ കൂടെ തീയരിച്ചിരിക്കുന്നത്. അന്ധരായ പെൺകുട്ടികളാണ് ഇവിടെ മരിച്ചിരിക്കുന്നത്. എവിടെയും വലിയ മിസ്സിംഗ് കേസൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 പെൺകുട്ടികളും അന്ധരായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് വന്ന പെൺകുട്ടികളായിരിക്കാമെന്ന് ഇവർ ചിന്തിച്ചിട്ട് അവിടെയുള്ള ഓർഫനേജിന്റെ ലിസ്റ്റ് എല്ലാം തന്നെ എടുക്കുന്നു. ഓർഫനേജിലുള്ള പെൺകുട്ടികളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ഈ മരിച്ചുപോയ പെൺകുട്ടികളുടെ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മരിച്ച പെൺകുട്ടികളുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ കഴിയും. അതേസമയം മറ്റൊരിടത്ത് ആ മാരി എന്ന് പറയുന്ന ആളും വേറൊരാളും ചേർന്നിട്ട് കുറെ പെൺകുട്ടികളെ ഒരിടത്ത് കൊണ്ടുപോയി കിടത്തുന്നതാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അതേസമയം ഇവിടെ മധു ആകട്ടെ അനുരാധയുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് അന്നാണ് IVF ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡോണർ എഗ്ഗിനെ എല്ലാം തന്നെ അവർ നേരത്തെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. അതേസമയം ബീനയും കൂട്ടരും ഓരോ ഓർഫനേജിലും കയറി ഇറങ്ങി ആ പെൺകുട്ടികളെ പറ്റി അന്വേഷിക്കുകയായിരുന്നു, എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് ഉണ്ടോ എന്ന്. എന്നാൽ ഒരിടത്ത് പോയി ഗജേന്ദ്രൻ ചോദിക്കുമ്പോൾ അവിടുത്തെ മദർ ആകട്ടെ ഗജേന്ദ്രനുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു. ഗജേന്ദ്രൻ അവരോട് മര്യാദയ്ക്ക് പെരുമാറിയില്ല എന്നാണ് മദർ പറയുന്നത്. അതുകൊണ്ട് സുപ്പീരിയർ ഓഫീസർ വന്നാൽ മാത്രമേ രജിസ്റ്റർ കാണിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഒടുവിൽ നമ്മുടെ കമ്മീഷണർ മാധവ് അവിടേക്ക് എത്തുന്നു. എന്തിനാണ് നിങ്ങൾ രജിസ്റ്റർ കാണുന്നതെന്ന് ആ മദർ ചോദിക്കുമ്പോൾ മാധവ് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. ഇതൊരു വലിയ കേസാണെന്ന് പറയുന്നു. സാറ എന്നായിരുന്നു ആ മദറിന്റെ പേര്. മാധവിനെ ആ രജിസ്റ്റർ കാണിക്കാതിരിക്കാൻ സാറ എന്ന് പറയുന്ന ആ മദർ മാക്സിമം ശ്രമിക്കുന്നു. കാരണം ഇതൊരു ബിഷപ്പിന്റെ കീഴിലുള്ള ഓർഫനേജ് ആണ്. അയാൾ 2 ആഴ്ചത്തേക്ക് പുറത്തെവിടെ പോയിരിക്കുകയാണ്. അയാൾ വരാതെയും അയാളുടെ അനുവാദം ഇല്ലാതെയും ഇതാരെയും കാണിക്കാൻ പാടില്ല എന്നാണ് സാറ പറയുന്നത്. എന്നാൽ കേസിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് അവർക്ക് വിവരങ്ങൾ കിട്ടിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് കമ്മീഷണറുടെ കയ്യിൽ നിന്നുള്ള ഒരു പേഴ്സണൽ ലെറ്റർ കൂടി അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് അവരുടെ കയ്യിൽ നിന്നും രജിസ്റ്റർ മാധവ് വാങ്ങിച്ചെടുക്കുന്നത്. അതേസമയം IVFന് ശേഷം റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന അനുരാധയുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ മധുവിന് മനസ്സിലായില്ല. അവളുടെ BP വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. അവളെ പോലെ തന്നെ IVF കഴിഞ്ഞിട്ട് കിടക്കുന്ന വേറെയും 2 പെൺകുട്ടികൾ അവിടെയുണ്ട്. അവരുടെയൊക്കെ BP നോർമലാണ്. എന്നാൽ അനുരാധ വല്ലാതെ ബഹളം വെക്കുന്നുണ്ട്. തൽക്കാലം അവളെ ശാന്തമാക്കാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്ത ശേഷം മധു ആകട്ടെ അവളുടെ ബ്ലഡ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൾ ലാബിലേക്ക് പോയിട്ട് അനുരാധയുടെ ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പറയുന്നത് സീനിയർ ലാബ് ടെക്നീഷ്യനായ മുകേഷിന്റെ അനുവാദമില്ലാതെ ഇപ്പോൾ ടെസ്റ്റ് ഒന്നും നടത്താൻ പറ്റില്ല എന്നാണ്. എന്നാൽ അതൊന്നും തനിക്കറിയണ്ട, ഇത് അർജന്റ് ആയിട്ടുള്ള കേസാണ്, എത്രയും പെട്ടെന്ന് ടെസ്റ്റ് നടത്തണമെന്ന് മധു പറഞ്ഞതോടുകൂടി വേറെ വഴിയില്ലാതെ ആ പെൺകുട്ടി ടെസ്റ്റ് നടത്തുന്നു. എന്നാൽ ആ റിപ്പോർട്ട് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. IVFന് മുൻപ് അവളുടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം തന്നെ നോർമൽ ആയിരുന്നു. IVFന് ശേഷം അതിലെല്ലാം ഒരുപാട് വേരിയേഷൻ കാണിച്ചിരിക്കുന്നു. അതേസമയം ഇവിടെ മാധവും കൂട്ടരും ഓർഫനേജിൽ നിന്നുള്ള രജിസ്റ്റർ ഉപയോഗിച്ചിട്ട് ആ മരിച്ചുപോയ പെൺകുട്ടികളുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്ത് നോക്കിയായിരുന്നു. എന്നാൽ ഒരു മാച്ചും അവർക്ക് കിട്ടിയില്ല. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ആ സാറ എന്ന് പറയുന്ന മദർ കൊടുത്ത രജിസ്റ്ററിൽ കുറച്ച് പേപ്പേഴ്സ് കാണാനില്ല എന്ന്. 12ഓളം പേപ്പറുകൾ അതിൽ നിന്ന് മിസ്സിംഗ് ആണ്. അവർ അപ്പോൾ തന്നെ മദറിനെ കാണാൻ വേണ്ടിയിട്ട് ഓർഫനേജിലേക്ക് ചെല്ലുന്നു. അവരുണ്ടായിരുന്ന ലേഡിയുടെ മദറിനെ വിളിക്കാൻ പറയുമ്പോൾ മദർ 5 മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഉള്ളിലേക്ക് കയറിപ്പോയി. എന്നാൽ ഇവർ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും മദറിനെ കാണുന്നില്ല. ഒടുവിൽ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും മദർ അവരുടെ വണ്ടിയിലേക്ക് വന്ന് വീഴുന്നതാണ് കാണിക്കുന്നത്. അവർ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഈ കേസുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടെന്ന്. ആ ബോഡിയുടെ ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത ശേഷം പിറ്റേന്നാകട്ടെ അവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീയോട് ആ മിസ്സിംഗ് ആയ പേജിനെ പറ്റി അവർ ചോദിക്കുന്നു. ആ സ്ത്രീ ഇവിടെ ജോലിക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മിസ്സിംഗ് ആയ 12 പേജിലുള്ള പെൺകുട്ടികൾ ഇവിടെ നിന്നും കല്യാണം കഴിച്ചു പോയവരായിരിക്കാമെന്നാണ് ആ ലേഡി പറയുന്നത്. കാരണം ഈ പെൺകുട്ടി ഇവിടെ ജോലിക്ക് കയറുന്നതിന് മുൻപ് ഇവിടെ നിന്നും 3 പെൺകുട്ടികൾ ലാസ്റ്റ് ആയിട്ട് വിവാഹം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്കിൽ ട്യൂസ്ഡേയിലായിരുന്നു കല്യാണം നടന്നത്. അതേ ട്യൂസ്ഡേ നൈറ്റ് തന്നെയായിരുന്നു ആ വാനിന്റെ ആക്സിഡന്റ് നടന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും കല്യാണം കഴിഞ്ഞു പോയ പെൺകുട്ടികളായിരിക്കാം ആ വാനിലുണ്ടായിരുന്നതെന്ന് മാധവ് ഉറപ്പിക്കുന്നു. അവർ മദർ സാറയുടെ റൂമെല്ലാം തന്നെ പരിശോധിക്കുന്നു. അവരുടെ കമ്പ്യൂട്ടർ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അത് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാക്കറിനെ വിളിക്കുന്നു. അലമാരിയിൽ നിന്ന് അവർക്കൊരു ഫോണും ആ രജിസ്റ്ററിൽ നിന്നും കീറിയെടുത്ത പേപ്പേഴ്സും കിട്ടുന്നുണ്ട്. അവരപ്പോൾ തന്നെ ആ പേപ്പറിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് മരിച്ചുപോയ പെൺകുട്ടികളുടെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു. അവരുണ്ടായിരുന്ന സെക്യൂരിറ്റിയുടെ മാധവ് ചോദിക്കുന്നുണ്ട്, അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്നും രജിസ്ട്രീസ് കളക്ട് ചെയ്തുകൊണ്ട് പോയ ശേഷം ആരെങ്കിലും ഇവിടെ വന്നു എന്ന്. ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വാൻ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടുവെന്ന് ആ സെക്യൂരിറ്റി പറയുന്നു. അത് ആ മാരി ഓടിച്ചുകൊണ്ടിരുന്ന വാനായിരുന്നു. ഏകദേശം 3 മണിക്കാണ് ആ വാൻ ഇവിടെ നിന്നും പുറത്തേക്ക് പോയത്. ഡ്രൈവറിന്റെ മുഖം അയാൾ കണ്ടില്ലെന്നും പറയുന്നു. ഹാക്കറിനെ ഉപയോഗിച്ച് സാറയുടെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്നതിലൂടെ ഇവരിവിടെ രജിസ്റ്റർ എടുക്കാൻ വന്ന ദിവസം 2:45 കമ്പ്യൂട്ടറിൽ നിന്നും ചില ഫയൽസ് ഡിലീറ്റ് ആയതായിട്ട് കണ്ടെത്തുന്നു. 3 മണിക്കാണ് ആ വാൻ ഇവിടെ നിന്നും പുറത്തേക്ക് പോയെന്ന് പറഞ്ഞത്. 2:45 ഇതിലെ ഫയൽസ് ഡിലീറ്റ് ആയിരിക്കുന്നു. ആ വാനിൽ വന്ന ആരോ ആണ് ഇത് ഡിലീറ്റ് ആക്കിയതെന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം ബീന വിളിച്ച് മാധവനോട് പറയുന്നുണ്ട് ആ ഫിംഗർ പ്രിന്റ് മാച്ച് ആയി എന്ന്. ഇവിടുത്തെ രജിസ്റ്ററിൽ നിന്നും സാറ മാറ്റിവെച്ചിരുന്ന ആ പേപ്പേഴ്സിലുണ്ടായിരുന്ന 3 പെൺകുട്ടികളുടെ പ്രൊഫൈലുമായിട്ടാണ് ആ ഡെഡ് ബോഡീസിന്റെ പ്രൊഫൈൽ മാച്ച് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ആയിപ്പോയ ആ ഫയൽ കൂടി അവർ തിരിച്ചെടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അതേ 3 പെൺകുട്ടികളുടെ വിവാഹം 3 ചെറുപ്പക്കാരുമായിട്ട് നടന്നതിന്റെ ഫോട്ടോസ് ആയിരുന്നു അത്. കൂടാതെ ഇതുവരെ
വിവാഹം കഴിഞ്ഞു പോയ 12 പെൺകുട്ടികളുടെയും ഫോൺ നമ്പറും അതിലുണ്ടായിരുന്നു. മാധവ് ഈ കാര്യങ്ങളെല്ലാം തന്റെ സീനിയറിനെ അറിയിക്കുന്നു. സിസ്റ്ററിന്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാധവ് പറയുന്നുണ്ട് അവർ 12 പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്. ആ 12 പേപ്പേഴ്സുമാണ് അവർ ആ രജിസ്റ്ററിൽ നിന്നും കീറി മാറ്റി വെച്ചിരുന്നത്. അതിൽ 3 പെൺകുട്ടികളാണ് ആ വാൻ ആക്സിഡന്റിൽ മരിച്ചത്. അവരുടെ ഡെഡ് ബോഡീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബീനയുടെ കോള് മാധവന് വരുന്നുണ്ട്. ആ ഫയൽസിലുണ്ടായിരുന്ന ഫോൺ നമ്പറിലെല്ലാം തന്നെ അവർ വിളിച്ചു നോക്കിയപ്പോൾ ഒന്നും തന്നെ ഇപ്പോൾ ആക്റ്റീവ് അല്ല, എല്ലാം സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അതിനർത്ഥം അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞു പോയ 12 പെൺകുട്ടികൾക്കും എന്തോ സംഭവിച്ചിരിക്കുന്നു. 3 പെൺകുട്ടികളുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഇനി കണ്ടെത്തണം. ഇവിടെ ഹോസ്പിറ്റലിൽ മധുവിനെ MD ക്യാബിനിലേക്ക് വിളിക്കുന്നു. അനുരാധയുടെ ബ്ലഡ് സാമ്പിള് കൂടുതൽ പരിശോധനയ്ക്കായിട്ട് അവൾ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആരോട് ചോദിച്ചിട്ട് അത് അയച്ചു എന്നാണ് മുകേഷ് ചോദിക്കുന്നത്. ഇതിനു മുമ്പും പല സാമ്പിളും നമ്മൾ അയക്കാറില്ലേ, അതിനിപ്പോ എന്താ ഇഷ്യൂ എന്ന് ചോദിക്കുന്നു. എന്നാൽ MD പറയുന്നുണ്ട് തന്നോട് എന്താ അതിനെപ്പറ്റി സംസാരിക്കാഞ്ഞതെന്ന്. മുകേഷ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ മധു MDയോട് പറയുന്നുണ്ട് മുകേഷിനെ പുറത്തു നിർത്തുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാമെന്ന്. അങ്ങനെ MD മുകേഷിനെ പുറത്തു നിർത്തി. അവൾ MDയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. IVFന് ശേഷം അനുരാധ കാണിച്ച ഇഷ്യൂസിനെ പറ്റി സംസാരിച്ച ശേഷം അവൾ പറയുന്നുണ്ട് അവളുടെ ബ്ലഡ് ടെസ്റ്റിൽ തെളിഞ്ഞത് അവളുടെ ബ്ലഡിലേക്ക് അമിതമായിട്ട് ലെവലിലുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു എന്നതാണ്. IVFന് മുമ്പ് അവൾ നോർമലായിട്ട് തന്നെയാണ് ഇരുന്നത്. നോർമലായിട്ടുള്ള ആഹാരമാണ് കഴിച്ചത്. പക്ഷെ എന്താണ് അവളുടെ ശരീരത്തിൽ ഇത്രയും മാറ്റം വരാൻ കാരണമെന്ന് കണ്ടെത്താനായിരുന്നു അവൾ ആ ബ്ലഡ് സാമ്പിൾ പൂനെയിലേക്ക് അയച്ചത്. കൂടാതെ IVFന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന ആ എഗ്ഗിന്റെ സാമ്പിൾ എല്ലാം തന്നെ അവൾ പരിശോധിച്ചു. അതിൽ നിന്നും ഇവരുപയോഗിച്ച ആ എഗ്ഗില് അമിതമായിട്ട് അളവിലുള്ള സ്റ്റിറോയിഡ് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. ഇത് ഒരു തരത്തിൽ ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് ആണ്. അത് എങ്ങനെ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്ന എഗ്ഗിൽ വന്നു എന്ന് കണ്ടെത്തണം. ഡോണറിന്റെ എഗ്ഗിലേക്ക് ആ സ്റ്റിറോയിഡ് ആരോ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നതാണ്. അതൊന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് IVF ചെയ്ത മറ്റു 2 പേഷ്യൻസിന്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അവരുടെ ശരീരത്തിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെന്നാൽ പുറത്തേക്ക് കാണിച്ചിരുന്നില്ല എന്നേ ഉള്ളൂ. അവരുടെ ശരീരത്തിലും അമിതമായിട്ടുള്ള ഹോർമോൺ സെക്രീഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആ ഡോണർ എഗ്ഗിൽ നിന്ന് വന്നതാണ്. അതേസമയം ഇവിടെ മുകേഷ് ആകട്ടെ ചാൾസ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ആകെ പ്രശ്നമായിട്ടുണ്ട്, മിക്കവാറും നമ്മൾ പിടിക്കപ്പെടുമെന്ന്. MD മധുവിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊരു സ്റ്റിറോയിഡിന്റെ പ്രസൻസ് ഡോണർ എഗ്ഗിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രൈമറി ടെസ്റ്റിൽ തന്നെ ഇവിടെ കാണിക്കുമായിരുന്നല്ലോ. നമ്മുടെ സിസ്റ്റത്തിൽ അതിനുള്ള സംവിധാനമുണ്ട്. അവള് പറയുന്നുണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കാണിക്കേണ്ടതാണ്. അങ്ങനെ കാണിച്ചിട്ടും ഉണ്ടാകും. എന്നാൽ ആ ഡേറ്റാസ് എല്ലാം തന്നെ ആരോ മാറ്റിയിരിക്കുകയാണ്. അത് നോർമൽ എഗ് ആണെന്നും അതിന് കുഴപ്പമില്ലെന്നും കാണിക്കുന്ന രീതിയിലുള്ള ഡേറ്റാസ് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോഴുള്ളത്. അതായത് നമ്മുടെ സിസ്റ്റവും ഡേറ്റ എല്ലാം തന്നെ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അത് ഹെൽത്തി ആയിട്ടുള്ള എഗ് ആണെന്ന് കാണിച്ചുകൊണ്ട്. ഇനി എന്താ ചെയ്യാന്ന് അയാൾ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ആ എഗ്ഗിലടങ്ങിയിരിക്കുന്ന സ്റ്റിറോയിഡ്സ് എന്ത് തരത്തിലുള്ള സബ്സ്റ്റൻസ് ചേർന്നതാണെന്ന് അറിയണം, അതിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. അതിനൊക്കെ പൂനെയിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നെങ്കിലേ പറ്റൂ. ഇവിടെ ബീനയാകട്ടെ ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ച 3 പയ്യന്മാരെ പറ്റി അന്വേഷിക്കുന്നു. ആ 3 പേരും ക്രിമിനൽസ് ആയിരുന്നു. ആ 3 പേരും ഒരാഴ്ചയായിട്ട് മിസ്സിംഗ് ആണ്. അതേ 3 പേരെ തന്നെയാണ് തുടക്കത്തിൽ മാരി കൊല്ലുന്നതായിട്ടും നമ്മളെ കാണിച്ചത്. കുറച്ചു നേരം ചിന്തിച്ചിട്ട് മാധവ് പറയുന്നുണ്ട് മിക്കവാറും ഈ 3 പേരും മരിച്ചിട്ടുണ്ടാകും. അവരെ കൊണ്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ അവരെ കൊന്നിട്ടുണ്ടാകും. ഇതുപോലെ പല കല്യാണങ്ങളും പല ഓർഫനേജിലും നടന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തൽക്കാലം എല്ലാ ഓർഫനേജിനെയും ഒന്ന് അലർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കി എല്ലാ ഓർഫനേജിലേക്കും അയക്കുന്നു. ഇവിടെ മധു മുകേഷിനോട് ചോദിക്കുന്നുണ്ട് ആ ഡോണർ എഗ്ഗിന്റെ പ്രൈമറി ടെസ്റ്റില് ആ സ്റ്റിറോയിഡ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ആദ്യമേ മനസ്സിലാക്കിയില്ല എന്ന്. എന്റെ ടെസ്റ്റിൽ അതൊന്നും കണ്ടില്ല എന്ന് അയാൾ പറയുന്നു. അയാൾ കള്ളം പറയുകയാണെന്ന് മധുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ എഗ്ഗിന്റെ ഡോണർ ആരാണെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി മുകേഷ് ഒന്നും പറയുന്നില്ല. ഡോണറിന്റെ പേര് പറയണ്ട, അറ്റ്ലീസ്റ്റ് അതിന്റെ ഏജന്റ് ആരാണെന്നെങ്കിലും പറയാൻ പറയുമ്പോൾ അയാൾ അതും പറയുന്നില്ല. എന്നാൽ അതിനെപ്പറ്റി ഓൾറെഡി മധുവിന് അറിയാമായിരുന്നു. ഓളീസ്വെൽ എന്നാണ് ആ ഏജൻസിയുടെ പേര്. അവരാണ് ഈ എക്സ് കളക്ട് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കുന്നത്. എനിക്കിതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാന്ന് മുകേഷ് പറയുമ്പോൾ അവള് പറയുന്നുണ്ട് ബന്ധമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഏജന്റിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം, എനിക്ക് ആരോട് സംസാരിക്കണമെന്ന്. അതിനെല്ലാം ഓക്കെ പറഞ്ഞിട്ട് മുകേഷ് അവിടെ നിന്നും പോയി. പിന്നീട് കാണിക്കുന്നത് ഒരിടത്തു നിന്ന് മുകേഷിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്ന മാരിയാണ്. മരിച്ചുപോയ സാറ എന്ന മദറിന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ അവർ മരിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ആയിട്ട് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ആ നമ്പർ കണ്ടെത്തി അവർ അതിലേക്ക് വിളിച്ചു നോക്കുന്നു. ആ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. പക്ഷേ ട്രൂ കോളറിൽ ഓളീസ്വെൽ എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഇവര് കൊടുത്ത നോട്ടീസ് എല്ലാം കണ്ടിട്ട് ഒരു ഓർഫനേജിൽ നിന്ന് ഒരു സിസ്റ്റർ മാധവനെ കാണാൻ വരുന്നുണ്ട്. ആ നോട്ടീസിൽ പറയുന്ന പോലെ അവരുടെ ഓർഫനേജിൽ നിന്നും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിച്ചിട്ടുണ്ട്. വലിയൊരു ബിസിനസ്സുകാരനായ ചാൾസ് എന്ന് പറയുന്ന ഒരാള് ഒരിക്കൽ ഇവരുടെ ഓർഫനേജിലേക്ക് വന്നു. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാൻ അയാൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കുറെ ക്യാഷ് ഓർഫനേജിന് ഡൊണേറ്റ് ചെയ്യുന്നു. കൂടുതലും കണ്ടു കാണാത്ത പെൺകുട്ടികളുടെ വിവാഹമായിരുന്നു അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അയാൾ തന്നെയാണ് പയ്യന്മാരെ കൊണ്ടുവന്നതും. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അയാൾ തരുന്ന ഡൊണേഷൻ എല്ലാം തന്നെ ഇവർ സ്വീകരിക്കുകയും ചെയ്തു. ചാൾസ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരിക്കൽ ഓർഫനേജിൽ വന്ന സമയത്ത് ഇവർ അയാളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയും മാധവനെ കാണിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മുകേഷ് ഒരു ചാൾസിനെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേ ചാൾസ് തന്നെയാണിത്. അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സിസ്റ്റർ അവിടെ നിന്നും പോയി. ചാൾസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു മാധവ്. അപ്പോഴാണ് അവന് മധുവിന്റെ കോള് വരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ സ്ഥിരം റെസ്റ്റോറന്റിലേക്ക് വരാൻ പറയുന്നു. അവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന് മറ്റൊരു കോള് വരുന്നു. അത് കൺട്രോൾ റൂമിൽ നിന്നായിരുന്നു. തൽക്കാലം മധുവിനെ കാണാൻ പോകാതെ മാധവ് അവിടേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളാകട്ടെ ആദ്യം ആക്സിഡന്റ് നടന്ന വാനിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നതല്ലേ. അയാൾ ഈ അടുത്തിടെ അതേപോലൊരു വാൻ CCTVയിൽ കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ടായിരുന്നു. അതേ നമ്പർ പ്ലേറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ വാൻ ആക്സിഡന്റിൽ കത്തിക്കരിഞ്ഞു പോയതാണല്ലോ. അപ്പൊ അതുപോലെ രണ്ടാമത്തെ ഒരു വാൻ വന്നിരിക്കുന്നു. അത് കുറച്ചു നേരമായിട്ട് ഒരിടത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്തോ ക്രൈം നടക്കാൻ പോകുന്നു എന്നാണ് അയാൾ പറയുന്നത്. ആ സമയം മാധവനെ മധു വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, നീ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ കുറച്ച് തിരക്കാണ്, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയം കൺട്രോൾ റൂമിലെ ആളാകട്ടെ അവനോട് പറയുന്നുണ്ട് ആ വാൻ പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ബേക്കറിയുടെ മുന്നിലാണെന്ന്. ആ ബേക്കറി കണ്ടതും മാധവ് ഞെട്ടി. അതേ ബേക്കറിയിലായിരുന്നു മധു ഇരിക്കുന്നത്. അവൻ CCTVയിലൂടെ കാണുന്നുണ്ട് മധു പുറത്തേക്ക് ഇറങ്ങുന്നതും ആ വാൻ അവളെ ഇടിച്ചിടാൻ വേണ്ടി വരുന്നതും. മാധവ് പെട്ടെന്ന് അവളെ കോൾ ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ വാൻ ആദ്യം അവളെ ഇടിക്കുന്നു. വണ്ടിയോടുകൂടി അവൾ താഴേക്ക് വീഴുന്നുണ്ട്. അവൾക്ക് ചെറിയ പരിക്കുകളെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. മാധവ് അവളോട് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നു. അങ്ങനെ അവൾ അവിടെ നിന്നും പോയതും ആ വാൻ അവളെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. മാധവ് പറഞ്ഞ വഴികളിലൂടെ അവൾ പോയത് കാരണം അവൾ കറക്റ്റായിട്ട് പോലീസുകാരുള്ളിടത്തേക്കാണ് എത്തുന്നത്. കൂടാതെ ആ വാനും അവളെ പിന്തുടർന്ന് അവിടെ എത്തി. അവിടെ വെച്ച് അവരെ പിടിക്കാനായിരുന്നു പോലീസുകാരുടെ തീരുമാനം. എന്നാൽ അവരാകട്ടെ പോലീസുകാർക്ക് നേരെ വാനുമായിട്ട് പാഞ്ഞെടുക്കുകയായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ പോലീസുകാർക്ക് ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിലുണ്ടായിരുന്നത് മാരിയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുമാണ്. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലീസുകാർ ഷൂട്ട് ചെയ്തു. മാരിയുടെ കാലിന്റെ താഴെ വെടിവെക്കാൻ നോക്കിയെങ്കിലും അവൻ പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളും മാധവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇവർക്ക് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ മനസ്സിലായി. ഓണറെഗിൽ കണ്ട സ്റ്റിറോയിഡ്സിനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എഗ്ഗിൽ സ്റ്റിറോയിഡ്സ് ഉണ്ടെങ്കിൽ ആ എഗ്ഗിലൂടെ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് മാധവ് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എല്ലാം തന്നെ മധു പറഞ്ഞു കൊടുക്കുന്നു. ഈ എഗ്ഗ് ഉപയോഗിച്ച് IVF ട്രീറ്റ്മെന്റ് നടത്തിയ ശേഷം ബേബി ഫോം ആകാൻ കുറെ വീക്സ് എടുക്കും. ഓരോ സ്റ്റേജസ് ആയിട്ടാണ് ഓർഗൻസ് ഫോം ആകുന്നത്. 5 വീക്സ് കഴിഞ്ഞിട്ടാണ് ജനൈറ്റൽ ഓർഗൻ ഫോം ആവുന്നത്. 20 വീക്ക് വരെ അതിന്റെ ഡെവലപ്മെന്റ് പ്രോസസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ടൈം പീരീഡിലാണ് ആ എഗ്ഗിലാരോ ഇഞ്ചക്ട് ചെയ്ത സ്റ്റിറോയിഡ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അളവിൽ കൂടുതൽ ഹോർമോൺ സെക്രീറ്റ് ആകാൻ തുടങ്ങും. അങ്ങനെ നടന്ന അത് ബേബിയുടെ ജെൻഡർ ഫോം ആകുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫിസിക്കലായിട്ട് ആ കുട്ടി ഫീമെയിൽ ആയിരിക്കും, എന്നാൽ അതിന്റെ ക്രോമസോംസ് XY ആയിരിക്കും. അതായത് മെയിലിന്റെ ക്രോമസോംസ് ആയിരിക്കും. ഫിസിക്കലി ഫീമെയിൽ ആണെങ്കിലും അതിന്റെ ഉള്ളിലുണ്ടായിരിക്കുന്നത് മെയിൽ ഹോർമോൺസ് ആയിരിക്കും. അതായത് ജനിക്കാൻ പോകുന്ന കുട്ടി പൂർണ്ണമായിട്ടും ആണും ആയിരിക്കില്ല പെണ്ണും ആയിരിക്കില്ല, ഇന്റർസെക്സ് ആയിരിക്കും. അത് കേട്ടതോടുകൂടി മാധവ് ശരിക്കും ഞെട്ടുന്നു. അങ്ങനെയുള്ള കുട്ടികളെ ആരോ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ എഗ്ഗിലെല്ലാം തന്നെ സ്റ്റിറോയിഡ് കുത്തിവെച്ചിരിക്കുന്നത്. എഗ്ഗ് ഡൊണേറ്റ് ചെയ്യുന്ന ഏജന്റിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മുതലും മുകേഷിനെയും കാണാനില്ല. അതേസമയം ന്യൂസിലും കാണിക്കുന്നുണ്ട് ചെന്നൈയിലെ ഈ ഹോസ്പിറ്റലിൽ IVFിലൂടെ ജനിച്ച കുട്ടികളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റി. അവരുടെ ജെൻഡറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മാതാപിതാക്കൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ഇതുവരെ 12 പേഷ്യൻസിന് സ്റ്റിറോയിഡ് ഇഞ്ചക്ട് ചെയ്ത എക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം കോൺടാക്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന പ്രോപ്പർ ട്രീറ്റ്മെന്റ് നൽകാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് തന്നെ കുട്ടികളോട് ക്രൂരത കാണിച്ച ആൾക്കാരെ എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് MD പറയുന്നു. എല്ലാ തരത്തിലുള്ള അന്വേഷണത്തിനും അയാളും മാധവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുകേഷിന്റെ കൂടെ ലാബിൽ വർക്ക് ചെയ്തിരുന്ന മറ്റൊരാളെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ മുകേഷും ചാൾസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയെല്ലാം തന്നെ ഇവർ മനസ്സിലാക്കുന്നു. ഇവർ ചാൾസിനെ ട്രാക്ക് ചെയ്യാൻ ആരംഭിച്ചു. ചാൾസ് ആ സമയം ഒരു ഒമിനി വാനുമായിട്ട് ഒരു സ്ലം ഏരിയയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ ബോക്സും ഉണ്ട്. കറക്റ്റായിട്ട് അവനെ ലൊക്കേറ്റ് ചെയ്ത് ഇവർ കൈയോടെ പിടികൂടി. ഇവർ ചാൾസിനെ ക്രൂരമായി മർദ്ദിച്ചു കഴിയുമ്പോഴാണ് അവൻ ചില സത്യങ്ങൾ തുറന്നു പറയുന്നത്. സാറ എന്ന മദർ മരിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ആയിട്ട് കോൾ ചെയ്തിരുന്നത് ഇവന്റെ നമ്പറിലേക്കായിരുന്നു. സിറ്റിയിലുള്ള ഓർഫനേജുകളിലേക്കെല്ലാം പോയി അവിടെയുള്ള പല വൈകല്യങ്ങളുള്ള പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് ഡൊണേഷൻ കൊടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറയുന്നു. കൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഇവർ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഓർഫനേജിലെ ആൾക്കാരുടെ വിശ്വാസം പിടിച്ചുപറ്റും. ഒടുവിൽ അവിടെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ പയ്യന്മാരെ സെറ്റാക്കി കൊണ്ടുപോകും. ID പ്രൂഫും സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ ഫേക്ക് ആയിരിക്കും. സാറയുടെ ഓർഫനേജിലുണ്ടായിരുന്ന 3 പെൺകുട്ടികളുടെ വിവാഹവും അങ്ങനെ തന്നെയാണ് നടത്തിയത്. അങ്ങനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ചാൾസ് പറയുന്നുണ്ട് അവരുടെ ശരീരത്തിൽ നിന്നും അവരുടെ എഗ്ഗ് ഞങ്ങൾ കളക്ട് ചെയ്യുമെന്ന്. ആ എഗ്സ് ആയിരുന്നു ഇവർ ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. കല്യാണത്തിന് ശേഷം സാറ എന്ന് പറയുന്ന ആ മദർ പെൺകുട്ടികളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതോടുകൂടി അവർ സത്യങ്ങൾ മനസ്സിലാക്കി. അവർ പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് ചാൾസിനെ കൂട്ടരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചാൾസും കൂട്ടരും ഇവരെ തിരിച്ച് ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ഒരുപാട് ഡൊണേഷൻ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഇത് ചെയ്തതാണെന്ന് പുറത്ത് അറിയിക്കുമെന്ന് പറയുന്നു. അതോടുകൂടി അവർക്ക് വേറെ വഴിയില്ലാതെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നു. വീണ്ടും അവിടെ നിന്ന് പല പെൺകുട്ടികളെയും വിവാഹം നടത്തി ഇവർ തട്ടിക്കൊണ്ടുപോയി. അവർ സൂയിസൈഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങളാ കാരണമെന്നാണ് മാധവനോട് ചാൾസ് പറയുന്നത്. അന്ന് നിങ്ങൾ ആ രജിസ്റ്റർ നോക്കി അവിടെ വന്ന സമയത്ത് അവർ ആ പേപ്പേഴ്സ് എല്ലാം കീറിയിട്ടാണ് നിങ്ങൾക്ക് രജിസ്റ്റർ തന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അവർ വിചാരിച്ചു. എന്നാൽ നിങ്ങൾ വീണ്ടും ആ പേപ്പേഴ്സ് മിസ്സായതറിഞ്ഞിട്ട് അവിടെ വന്നപ്പോ സിസ്റ്റർ ചാൾസിനെ വിളിച്ചു. പക്ഷെ ചാൾസ് അവരെ കൈയൊഴിഞ്ഞു. ഇനി എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളാനാണ് അവരോട് പറഞ്ഞത്. അവരാഹ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി ആ ദുഃഖത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത്. ഇവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും മുകേഷ് എങ്ങനെയാണ് മിസ്സായതെന്നും ഒക്കെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അതായത് ഇതിന്റെ പിന്നിലെല്ലാം തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്. അയാളുടെ പേര് വേദ എന്നാണ്. ആ സമയം നമ്മളെ വേദയെ കാണിക്കുന്നുണ്ട്. വേദ മറ്റാരുമായിരുന്നില്ല, ആ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന പയ്യനായിരുന്നു. എന്നാൽ ചാൾസ് മാധവനോട് വേദ എന്ന് പേര് മാത്രമാണ് പറയുന്നത്. അത് ആ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന പയ്യനാണെന്ന് മാധവൻ അറിയില്ല. കുട്ടികളുടെ വിവാഹം നടത്താൻ എല്ലാം തന്നെ കൂട്ടുനിന്നത് അവനാണ്
അവനാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്നത്. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും എഗ്ഗ് കളക്ട് ചെയ്യുന്നതും അവനാണ്. അങ്ങനെ കളക്ട് ചെയ്ത എഗ്ഗിലേക്ക് സ്റ്റിറോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യും. പക്ഷെ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് തനിക്ക് അറിയില്ല എന്ന് ചാൾസ് പറയുന്നു. ഇതിനെല്ലാം ആവശ്യമുള്ള ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ വരുന്നെന്ന് ചോദിക്കുമ്പോൾ വേദ ആളിസ്വെൽ എന്ന് പറയുന്ന ഒരു NGO വെച്ചിട്ടുണ്ടെന്നാണ് ചാൾസ് പറയുന്നത്. അതിലൂടെയാണ് ഫണ്ട്സ് എല്ലാം അവർക്ക് കിട്ടുന്നത്. ഓർഫനേജിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് മാത്രമാണ് തന്റെ ജോലി എന്നാണ് ചാൾസ് പറയുന്നത്. എന്നാൽ ആ വാനിൽ മരിച്ച 3 പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ചാൾസ് പറയുന്നുണ്ട്, ആ പെൺകുട്ടികളെ അന്ന് രാത്രി ഇവർ എഗ്ഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയായിരുന്നു. വാനിൽ 3 പെൺകുട്ടികളെയും കയറ്റിക്കൊണ്ടുപോയത് വേദയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാനിൽ നിന്നും എടുത്തു ചാടി. അവൾക്ക് തലയ്ക്ക് ക്ഷതമേറ്റു. അവളെ എടുത്ത് വണ്ടിയിലേക്കിട്ട് വേദ വീണ്ടും വണ്ടി ഓടിച്ചുപോയി. ആ പെൺകുട്ടി രക്തം വാർന്ന് അതിൽ തന്നെ കിടന്ന് മരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആ മോഷ്ടാവ് കല്ലുകൊണ്ട് വെച്ച് വണ്ടി ആക്സിഡന്റ് ആക്കാൻ ശ്രമിച്ചത്. ആ കല്ലിൽ തട്ടി വണ്ടി ആക്സിഡന്റ് ആയി. നേരത്തെ തലയ്ക്ക് ക്ഷതമേറ്റ പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 2 പെൺകുട്ടികൾക്കും പരിക്കേറ്റു. എങ്ങനെയൊക്കെയോ പുറത്തേക്കിറങ്ങിയ വേദ കാണുന്നത് ആ മോഷ്ടാവ് അവരുടെ അടുത്തേക്ക് വരുന്നതാണ്. ആ നിമിഷം തന്നെ വേദ അയാളുടെ കഴുത്തറുത്ത് കൊന്നിട്ട് ജീവനോടെ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികളെയും മരിച്ച പെൺകുട്ടിയെയും ഈ മോഷ്ടാവിന്റെ മൃതദേഹവും എല്ലാം ചേർത്ത് ആ വാനിന് തീയിട്ടു. എന്നിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. വേദ എവിടാണെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി തനിക്കറിയില്ല എന്ന് ചാൾസ് പറയുന്നു. അവനൊരു ഫോൺ പോലും വെക്കാറില്ല. അവനെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റാറില്ല. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവൻ നേരിട്ടെത്തുകയാണ് ചെയ്യാറ്. അവൻ വേദയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ സഹായത്തോടു കൂടി വേദയുടെ ഒരു സ്കെച്ച് തയ്യാറാക്കാനായിരുന്നു പോലീസുകാർ തീരുമാനിച്ചിരുന്നത്. ഇവിടെ ഈ ക്രൈമിന് പിന്നിൽ വേദയാണെന്ന് മനസ്സിലായി. ഇന്റർസെക്സ് ബേബീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ ഇത്രയധികം ക്രൈം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടാകും. വേദയുടെ സ്കെച്ച് ചാൾസിന്റെ സഹായത്തോടുകൂടി അവർ തയ്യാറാക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വേദ കടന്നു വരുന്നു. കരഞ്ഞുകൊണ്ട് അവൻ ഗജേന്ദ്രന്റെ അടുത്തേക്ക് വരുന്നു. ഗജേന്ദ്രൻ അവനെ കണ്ടപ്പോഴേ മനസ്സിലായി, നീ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന പയ്യനല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ തന്റെ പേര് മാരി എന്ന് പറയുന്നു. എന്നിട്ട് തന്റെ സഹോദരിയെ കാണാനില്ല എന്നാണ് അവൻ പറയുന്നത്. അവളൊരു ഓർഫനേജില് തൂപ്പുജോലി ചെയ്യുകയായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അവിടുത്തെ മദറിന്റെ സഹായത്തോടു കൂടി ഒരു പയ്യന് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ വിവാഹശേഷം അവളെ പറ്റി ഒരു അറിവുമില്ല. തന്റെ അനിയത്തെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് അവള് പറയുന്നത്. തന്റെ സഹോദരിയുടെ പേര് വേദിക എന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും അവൻ പോലീസുകാരെ കാണിക്കുന്നു. ഈ സമയം സെല്ലിൽ കിടന്ന ചാൾസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ആ മേശപ്പുറത്ത് അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോൺസ്റ്റബിൾ വന്ന് ആ ഫുഡ് എടുത്ത് ചാൾസിന് കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ അനിയത്തെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് വേദ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ അവൻ മാരി എന്ന് പറഞ്ഞിട്ടാണല്ലോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയം സെല്ലിൽ നിന്നും പോലീസുകാരുടെ ബഹളം കേൾക്കുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ചാൾസ് അബോധാവസ്ഥയിലായിട്ടുണ്ട്. ഇവരെല്ലാവരും ഓടിപ്പോയി അവിടേക്ക് നോക്കുമ്പോഴേക്കും ചാൾസ് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫുഡിൽ ആരോ വിഷം കലർത്തിയിരുന്നു. ആ സമയം വേദ ഇവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. പോലീസുകാർക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. കാരണം വേദ എന്ന് പറയുന്ന ആളുടെ മുഖം കണ്ടിട്ടുള്ളത് ചാൾസ് ആണ്. ചാൾസിന്റെ സഹായത്തോടുകൂടി മാത്രമേ ഇവർക്ക് വേദയുടെ ഫേസ് വരച്ചെടുക്കാൻ പറ്റൂ. ആ ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ വേദയുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. ചാൾസ് ഒരിക്കലും തന്റെ ഫേസ് പോലീസുകാർക്ക് വരച്ചു കൊടുക്കാൻ പാടില്ല. അതിനാണ് വേദ അവനെ കൊന്നത്. കാരണം ഓൾറെഡി ചാൾസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഫുഡ് അപ്പോൾ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ചാൾസിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവിടെ ആരോ ഫുഡ് കൊണ്ട് കൊടുത്തത് വേദ പറഞ്ഞിട്ടായിരുന്നു. അതിൽ വേദ ഓൾറെഡി തന്നെ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ആ സമയത്ത് വേദ അവിടേക്ക് വന്ന് ചാൾസിന്റെ ഡെഡ് ബോഡി നോക്കിയിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്, എനിക്ക് ഇവനെ അറിയാമെന്ന്. എന്റെ അനിയത്തിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഇവനും വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു. ആ രണ്ടാമത്തെ ആള് ആരാണെന്ന് മാധവ് ചോദിക്കുമ്പോൾ മാരി എന്ന പേരിൽ പോലീസുകാരുടെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ യഥാർത്ഥ വേദ പറയുന്നുണ്ട്, ചാൾസിന്റെ കൂടെ അന്നുണ്ടായിരുന്നത് വേദ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഞാൻ അവന്റെ ഫേസ് കണ്ടിട്ടുണ്ട്. അവന്റെ പിക്ചർ വരയ്ക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരിയും എത്രയും പെട്ടെന്ന് കണ്ടെത്താമല്ലോ. അങ്ങനെ അവന്റെ സഹായത്തോടുകൂടി പോലീസുകാര് വേദയുടെ ചിത്രം വരയ്ക്കുന്നു. അതേസമയം ചാൾസിന്റെ ഫോണിലേക്ക് വന്ന കോൾ റെക്കോർഡ്സ് എല്ലാം തന്നെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് രേഖാചിത്രം തയ്യാറായി. വേദ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തത് മാരിയുടെ ചിത്രമായിരുന്നു. അതായത് മാരിയുടെ പേര് അവൻ സ്വീകരിച്ചിട്ട് തന്റെ പേര് മാരിക്ക് കൊടുത്തു. എന്നിട്ട് മാരിയുടെ ചിത്രം ചൂണ്ടിക്കാട്ടി പറയുന്നു, ഇത് തന്നെയാണ് വേദ എന്ന്. അങ്ങനെ പോലീസുകാര് വേദയുടെ ചിത്രം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. എന്തായാലും തൽക്കാലം അവര് ചാൾസിന്റെ ഫോണിലേക്ക് വന്ന ഒരു നമ്പർ ട്രേസ് ചെയ്ത് പോവുകയായിരുന്നു. ആ സമയത്ത് മാധവന്റെ മനസ്സിൽ ചില ഡൗട്ടുകൾ തോന്നുന്നു. കാരണം ആദ്യമായിട്ട് ഈ പയ്യനെ മാധവ് കാണുന്നത് ആ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ്. അവനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10:30 കട ക്ലോസ് ചെയ്യുന്ന സമയത്ത് വാനും എടുത്തിട്ട് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു എന്ന്. ആ വാനിൽ പോയിക്കൊണ്ടിരുന്നത് വേദയാണെന്നാണ് ചാൾസിന്റെ മൊഴിയിൽ നിന്നും ഇവർക്ക് മനസ്സിലായത്. കാരണം ആക്സിഡന്റ് നടന്ന ശേഷം ആ വാനിന് തീയിട്ടിട്ട് വേദ രക്ഷപ്പെട്ടു എന്നാണ് ചാൾസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വേദ തന്നെയായിരിക്കും വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ആ പയ്യന് വേദയെ അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവൻ വേദ എന്നുള്ള പേര് ആദ്യമേ പറഞ്ഞില്ല? ഡ്രൈവറെ തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അവൻ ആദ്യം പറഞ്ഞത്. അവൻ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് മാധവന് സംശയം തോന്നാൻ തുടങ്ങി. ചാൾസിന്റെ ഫോണില് നിരന്തരമായിട്ട് ഒരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഫാദർ വി എന്നാണ് ആ നമ്പർ സേവ് ചെയ്ത് വെച്ചിരുന്നത്. അവരിപ്പോൾ എന്തായാലും ആ നമ്പറിന്റെ ലൊക്കേഷൻ തേടി പോകുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ അതൊരു വൃദ്ധന്റെ നമ്പറായിരുന്നു. അയാളാണ് ചാൾസിന്റെ ഫോണിലേക്ക് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ചാൾസിനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ചാൾസിനെ അറിയില്ല. എന്റെ മകൻ വേദയ്ക്ക് ഫോണില്ലാത്ത കാരണം അവനെ കോൺടാക്ട് ചെയ്യാനാണ് ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത്. അവൻ സാധാരണ ഈ നമ്പറിൽ നിന്നാണ് എന്നെ കോള് ചെയ്യാറുള്ളത്.
പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ അവനെ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയതാണ്. ഇത് കേട്ടതും മാധവ് ഞെട്ടി. ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വേദിയുടെ അച്ഛൻ ഇതാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ വേദിയാകട്ടെ ബീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ മാരിയാണ്, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വേദ ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ കണ്ടെത്തി, എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണമെന്ന്. അതറിഞ്ഞതോടുകൂടി ബീന ഒന്നും ചിന്തിക്കാതെ അവിടേക്ക് പുറപ്പെടാൻ തുടങ്ങി. അതിനു മുമ്പ് അവൾ മാധവനെ വിളിച്ചെങ്കിലും മാധവ് ആ വൃദ്ധനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അവളുടെ ഫോൺ എടുത്തില്ല. ഇവിടെ മാധവ് വേദയുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനായിട്ട് ആ പയ്യനെ എന്ത് പറഞ്ഞാ വളർത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ അവൻ കാരണം ഈ സൊസൈറ്റിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഈ സൊസൈറ്റി തന്നെയാണ് അവന്റെ ജീവിതം നശിപ്പിച്ചതെന്ന്. ഡോക്ടറായിട്ടിരിക്കേണ്ട എന്റെ മകളാണ് ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത്. ഇത് കേട്ട് മാധവ് ഞെട്ടി. തന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് വേദ കാണിച്ചിരുന്ന ആ ഫോട്ടോ ശരിക്കും വേദയുടേത് തന്നെയായിരുന്നു. അവന്റെ യഥാർത്ഥ പേര് വേദിക എന്നാണ്. ജനിച്ചത് ഒരു പെണ്ണായിട്ടാണ്. ഡോക്ടറാകാനായിരുന്നു ആഗ്രഹം. പക്ഷേ പതിയെ പതിയെ അവളുടെ ശരീരത്തില് പല മാറ്റങ്ങളും കണ്ടുവരാൻ തുടങ്ങി. അവളുടെ ഹോർമോൺസിലുള്ള ചേഞ്ച് അവളെ പതിയെ പതിയെ ഒരു പുരുഷനാക്കിക്കൊണ്ടിരുന്നു. അവൾക്കൊരു ആണായിട്ട് ജീവിക്കാനായിരുന്നു ആഗ്രഹം തോന്നിയിരുന്നത്. ആണുങ്ങളോടായിരുന്നു അവൾ കൂടുതലും കൂട്ടുകൂടിയിരുന്നത്. ചെറുപ്പം മുതലേ അവളുടെ കളിക്കൂട്ടുകാരനായിരുന്നു മാരി. എന്തിനും ഏതിനും വേദയുടെ കൂടെ നിൽക്കും. അവളുടെ മാറ്റം അവളുടെ അച്ഛൻ കണ്ടു തുടങ്ങിയത് ഒരു ദിവസം അയാളുടെ ഷേവിംഗ് സെറ്റ് മോഷ്ടിച്ച് അവൾ മീശ വടിക്കുന്ന കണ്ടിട്ടാണ്. പതിയെ പതിയെ ആണുങ്ങളെ പോലെ അവൾ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവളുടെ അച്ഛനെ ഞെട്ടിച്ചുകൊണ്ട് അവളാകട്ടെ അവളുടെ മുടിയെല്ലാം വെട്ടി ആണുങ്ങളെ പോലെ ഡ്രസ്സ് ധരിച്ച് അച്ഛന്റെ മുന്നിലേക്ക് വരുന്നു. അന്ന് അയാൾ അവളെ ഒരുപാട് തല്ലി. നീ ഒരു പെൺകുട്ടിയാണെന്നും എന്തിനാ ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ നടക്കുന്നതെന്നും എന്തിനാ ആൺവേഷം കെട്ടുന്നതെന്നും ഒക്കെ അയാൾ ചോദിച്ചു. പക്ഷെ എനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് അവൾ പറയുന്നു. ഒടുവിൽ അയാളാകട്ടെ അവളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടറാണ് അവളുടെ അവസ്ഥ അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. അവളുടെ ശരീരത്തിൽ ഒരാണിന്റെ ഹോർമോണാണ് അധികമായിട്ട് സെക്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ ആണാകാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ സൊസൈറ്റിയിലുണ്ട്. ആണായിട്ടുള്ളവർ പെണ്ണായിട്ട് മാറാറുണ്ട്, പെണ്ണായിട്ടുള്ളവർ ആണായിട്ട് മാറും. അങ്ങനെയാണ് ട്രാൻസ്വുമണും ട്രാൻസ്മെന്നും ഉണ്ടാകുന്നത്. ഇവിടെ വേദയുടെ കാര്യത്തില് അവനൊരു ട്രാൻസ്മെന്നാണ്. ആ ഡോക്ടറിന്റെ വാക്കുകളെല്ലാം കേട്ട് ആ അച്ഛനാകട്ടെ വേദിക എന്ന തന്റെ മകളെ പിന്നീട് വേദ എന്ന തന്റെ മകനായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. ചെറുപ്പത്തിലെ സ്വപ്നം കണ്ട പോലെ തന്നെ അവൾ ഡോക്ടറാകാൻ തീരുമാനിച്ചു. എന്നാൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവളൊരു ട്രാൻസ്മെന്നാണെന്ന്. ജെൻഡറിന്റെ കോളത്തില് മെയിലിന്റെ ഫീമെയിലിന്റെ കൂടെ അതേഴ്സ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. അതിൽ ടിക്ക് ചെയ്യാനാണ് അവിടെ ഇരുന്ന ആൾക്കാർ ചിരിച്ചുകൊണ്ട് അവളോട് പറയുന്നത്. അന്നു മുതൽ അവളെ പല രീതിയിലും അവിടെ കോളേജിലുള്ളവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ അനാട്ടമി പഠിപ്പിക്കുമ്പോൾ പോലും പല കുട്ടികളും ഇവളുടെ ജെൻഡറിനെ പറ്റി ഡൗട്ട് ചോദിക്കുമായിരുന്നു. ഉത്തരം പറയാൻ സാറുമാര് വേദയോട് തന്നെ പറയും. വേദ എല്ലാവരോടും പറയുന്നുണ്ട്, അനാട്ടമിക്കലായിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ ഒരു മാറ്റമില്ല, ഞങ്ങളുടെ ഹോർമോൺസ് ആണ് ചേഞ്ച് ആകുന്നത്. എന്റേതൊരു പെണ്ണിന്റെ ശരീരമായിരിക്കും, പക്ഷെ എന്റെ ഉള്ള ഹോർമോൺസും എന്റെ മനസ്സും എന്റെ ഫീലിംഗ്സും എല്ലാം തന്നെ ഒരു ആണിന്റേത് പോലെയാണ്. അങ്ങനെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ടും അവൾ എന്തിനാണ് ലേഡീസ് ടോയ്ലറ്റിൽ കയറുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ കുറെ പേർ ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ കോളേജിലെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് വേദ കുളിക്കുന്ന വീഡിയോ പോലും എടുത്തു. അതിന്റെ പേരിൽ ആ കുട്ടികളുമായിട്ട് വേദ തല്ലുണ്ടാക്കി. ഒടുവിൽ അത് പോലീസ് കേസായി. പോലീസുകാർ പോലും വേദയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. വേദയുടെ ഡ്രസ്സുകളെല്ലാം തന്നെ അവർ വലിച്ചൂരി. അതൊന്നും വേദയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരുപാട് അപമാനിക്കപ്പെട്ടത് കാരണം വേദ പഠനം ഉപേക്ഷിച്ചു. ഈ സൊസൈറ്റിയാണ് എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇങ്ങനെയാക്കിയതെന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ കരയാൻ തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും അവന് സംഭവിച്ചു എന്ന് കരുതിയിട്ട് അവൻ ജനിക്കാൻ പോകുന്ന കുട്ടികളോട് ഈ ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് മാധവ് പറയുന്നത്. അതേസമയം വേദയെ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് മാരി എന്ന പേരില് വേദ നമ്മുടെ ബീനെ ഒരിടത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൾ അവിടെ എത്തുമ്പോ കാണുന്നത് മുകേഷിന്റെ ഡെഡ് ബോഡിയാണ്. പെട്ടെന്ന് തന്നെ അവൾ മാധവന് മെസ്സേജ് ചെയ്യുന്നു, മാരിയുടെ കൂടെ വേദയെ പിടിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ഗോഡൌണില് മുകേഷിന്റെ ഡെഡ് ബോഡി കിട്ടി, ഞങ്ങൾ വേദയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവൾ പറയുന്നു. അതേസമയം നമ്മുടെ യഥാർത്ഥ മാരി അവിടേക്ക് വരികയായിരുന്നു. ബീനയുടെ കയ്യില് വേദയുടേതായിട്ടുള്ള ആ ഒരു രേഖാചിത്രം ഉണ്ടല്ലോ, അത് വെച്ച് അവള് മാരിയെ നോക്കുന്നു. ഈ രേഖാചിത്രത്തിലുള്ളത് വേദയാണെങ്കിൽ തന്റെ മുന്നിൽ നിൽക്കുന്നതും വേദയാണെന്ന് കരുതിയിട്ട് അവനോട് അനങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവന്റെ നേരെ തോക്കു ചൂണ്ടുകയാണ് ബീന. എന്നാൽ മാരി പെട്ടെന്ന് അവളെ ആക്രമിക്കുന്നു. അവൾ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ബാക്കപ്പിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അയാൾ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നതിന് മുന്നേ വണ്ടിയിലിരുന്ന നമ്മുടെ വേദ അയാളെ കൊല്ലുന്നു. എന്നിട്ട് ഗോഡൌണിനുള്ളിലേക്ക് കയറി വരുന്നു. അവൻ വന്ന് ആ പോലീസുകാരെയും നമ്മുടെ ബീനയെ എല്ലാം തന്നെ ആക്രമിക്കുന്നു. ബീനയ്ക്കും വയറ്റിൽ കുത്തേറ്റു. ആ സമയത്ത് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാധവ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ബീനയുടെ മിസ് കോളും മെസ്സേജും എല്ലാം കാണുന്നത്. മാരി വിളിച്ചിട്ട് വേദയെ പിടിക്കാൻ തങ്ങൾ ഗോഡൌണിലേക്ക് പോയിന്ന് പറഞ്ഞിട്ട് അവൾ ലൊക്കേഷൻ വരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട് മാധവ് ഞെട്ടി. കാരണം ബീനയ്ക്ക് അറിയില്ലായിരുന്നല്ലോ മാരി എന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ ഉണ്ടായിരുന്നത് വേദയായിരുന്നു എന്ന്. അവർ പെട്ടെന്ന് ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. ആ സമയത്ത് ഈ പോലീസുകാരെയും ബീനയെല്ലാം കൊന്നിട്ട് വേദയും മാരി അവിടെ ഇരിക്കുകയാണ്. ഇവരെന്തിനാണ് എന്നെ പിടിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ നടന്ന കാര്യങ്ങൾ മാരിയോട് പറയുന്നു. ഇനി മുതൽ നീയാണ് വേദ, ഞാൻ മാരിയാണ്. അങ്ങനെയാണ് പോലീസുകാരൻ വിചാരിച്ചിരിക്കുന്നത്. നിന്റെ കൂടെ നിന്ന് നിന്നെ ഇത്രയും സഹായിച്ചിട്ട് നീ അവസാനം എന്നെ ചതിക്കുകയാണോ എന്ന് മാരി ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് എന്റെ മുന്നിൽ വേറെ വഴിയില്ലാന്ന്, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതേ പറ്റൂ. ഇത് കേട്ട് ദേഷ്യം വന്ന് മാരി അവനെ കൊല്ലാൻ വരുന്നു. എന്നാൽ വേദ പെട്ടെന്ന് അവനെയും കൊല്ലുന്നു. മാധവും കൂട്ടരും അവിടെ വന്നപ്പോഴേക്കും കാണുന്നത് ഈ പോലീസുകാരെല്ലാം മരിച്ചു കിടക്കുന്നതാണ്. അവർക്ക് അവിടെ നിന്ന് മുകേഷിന്റെ ഡെഡ് ബോഡിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. മുകേഷിന്റെ പോലീസുകാർ തന്നിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിട്ട് വേദ നേരത്തെ തന്നെ മുകേഷിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ വേദയുടെ പിന്നാലെ പോകുന്നു. അവരുള്ള സ്ഥലം
സ്ഥലം കണ്ടെത്തി മാധവ് അവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് അവൻ കുറെ പെൺകുട്ടികളെ അവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ട് അവരുടെ എല്ലാം തന്നെ എക്സ് എടുക്കുന്നതായിരുന്നു. പൂർണ്ണമായിട്ടും ഒരാണായിട്ട് മാറാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിലും അവൻ ഹോർമോൺസ് കുത്തിവെക്കുന്നുണ്ട്. മാധവ് കൈയോടെ അവനെ പിടിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന അവനും തന്റെ ആൾക്കാരും ചേർന്നിട്ട് മാധവനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുറെ നേരത്തെ ഫൈറ്റിനൊടുവില് വേദയെ മാധവ് കീഴ്പ്പെടുത്തി. ശരിക്കും വേദ ഇതെല്ലാം ചെയ്തത് തന്നെ പോലെയുള്ള ആൾക്കാരെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു. താൻ സമൂഹത്തിൽ നേരിട്ടത് വലിയ അപമാനമാണ്. തന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ടായി കഴിഞ്ഞാൽ തങ്ങൾ എല്ലാരും ചേർന്നിട്ട് തങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ ഡോണേഴ്സിന്റെ എക്സിലെല്ലാം തന്നെ അവൻ സ്റ്റിറോയിഡ്സ് കുത്തിവെച്ചത്. ജനിക്കാൻ പോകുന്ന ഒന്നും അറിയാത്ത കുട്ടികളോട് നീ എന്തിനായി ക്രൂരത ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനും ഒരു തെറ്റും ചെയ്യാതെ ജനിച്ചൊരു കുട്ടിയല്ലേ, പിന്നെ എന്തിനാണ് സമൂഹം എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും അവൻ ചെയ്തത് ക്രൈമാണ്. അവനെ വെറുതെ വിടാൻ പറ്റില്ല. പക്ഷെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. മാധവനെ അടിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും മാധവ് അവനെ കുറെ അടിക്കുന്നുണ്ട്. അതിനിടയിൽ അവന്റെ ഡ്രസ്സുകളൊക്കെ കീറി തറയിലേക്ക് വീണ് കിടന്ന അവന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് മാധവ് പെട്ടെന്ന് ഒരു പുതപ്പെടുത്ത് അവന് കൊടുക്കുന്നു. അപ്പോഴാണ് വേദ പോലും മനസ്സിലാക്കുന്നത് തന്റെ ശരീരത്തിൽ കിടന്ന ഡ്രസ്സ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന്. പെട്ടെന്ന് ആ പുതപ്പെടുത്ത് വേദ തന്റെ ശരീരം പുതയ്ക്കുന്നു. അവന്റെ അവസ്ഥ കണ്ടിട്ട് മാധവൻ അവനോട് ദയ തോന്നുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്തത് ക്രൈം ആയതുകൊണ്ട് അവനെ വെറുതെ വിടാൻ പറ്റില്ല. വേദയാകട്ടെ കരഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ തൊഴുതു നിൽക്കുകയായിരുന്നു. അവശനിലയിലായ വേദ എടുത്തുകൊണ്ട് മാധവ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.